സംസ്ഥാനത്തെ വന്യമൃഗശല്യ പ്രശ്നത്തിൽ അടിയന്തര പ്രമേയത്തിന് അനുമതി തേടി പ്രതിപക്ഷം. ടി സിദ്ദിഖ് MLA ആണ് വിഷയം സഭയിൽ ഉന്നയിച്ചത്. വയനാട്ടിലെ അജീഷിന്റെ മരണത്തിലെ ഒന്നാം പ്രതി വനം വകുപ്പും സംസ്ഥാന സർക്കാരുമെന്ന് ടി സിദ്ദിഖ് പറഞ്ഞു. അടിയന്തര നടപടി സ്വീകരിച്ചുവെന്നും സഭ നിർത്തിവെച്ച് ചെയ്യേണ്ട സാഹചര്യമില്ല എന്നും വനം മന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞു. മന്ത്രിയുടെ മറുപടി അടിസ്ഥാനത്തിൽ അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അനുമതി നിഷേധിച്ചു. ഇതോടെ പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചു. വയനാട് മാനന്തവാടിയിലെ അജീഷിനെ കാട്ടാന ആക്രമിച്ച് കൊലപ്പെടുത്തിയതിന്റെ പശ്ചാത്തലത്തിലാണ് പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. ആനയെ ട്രാക്ക് ചെയ്യുന്നതിലും അന്തർ സംസ്ഥാന ഏകോപനത്തിലും സർക്കാരിന് വീഴ്ച പറ്റിയെന്നും അടിയന്തര പ്രമേയത്തിന് അനുമതി തേടിയ ടി സിദ്ദിഖ് MLA പറഞ്ഞു. വന്യജീവികൾക്ക് സംരക്ഷണം നൽകേണ്ടത് കാട്ടിലാണ്, വീട്ടിലല്ല. അത് മന്ത്രി തിരിച്ചറിയണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ബേലൂർ മഗ്ന എന്ന് പറയുന്ന ഈ ആന വന്ന സന്ദർഭത്തിൽ നിങ്ങൾ എടുത്തിരുന്നുവെങ്കിൽ അജി എന്ന് പറയുന്ന സാധാരണക്കാരൻ ഇപ്പൊ മരിക്കില്ല. ഈ ഗവൺമെന്റ് ആണ് സാർ ശ്രീ അജിയുടെ മരണത്തിന്റെ ഒന്നാമത്തെ പ്രതി. അങ്ങയുടെ വകുപ്പും അങ്ങുമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല സാർ. ആനയെ ട്രാക്ക് ചെയ്യുന്നതിൽ സാങ്കേതിക പ്രശ്നമുണ്ടായെന്ന് വനമന്ത്രി AK ശശീന്ദ്രൻ സമ്മതിച്ചു. ഭാവിയിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ നേതൃത്വത്തിൽ അന്തർ സംസ്ഥാന കമ്മീഷൻ രൂപീകരിച്ചതായി വനം മന്ത്രി മറുപടി നൽകി. പ്രതിഷേധങ്ങളുടെ പേരിൽ മനഃപൂർവ്വം ചിലർ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുവെന്ന മന്ത്രിയുടെ പരാമർശം പ്രതിപക്ഷ പ്രതിഷേധത്തിന് കാരണമായി. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഭാവിയിൽ ഉണ്ടാകാതിരിക്കാനും ചീഫ് വൈൽഡ് വാർഡന്റെ നേതൃത്വത്തിൽ ഒരു ഇന്റർ സ്റ്റേറ്റ് കോർഡിനേഷൻ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. ആ കമ്മിറ്റി 2 ദിവസത്തിനകം യോഗം കൂടി ഇത്തരത്തിലുള്ള പോരായ്മകൾ പരിഹരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. ഈ സർക്കാർ ആ കുടുംബത്തോടൊപ്പമാണ്. അതുകൊണ്ട് തന്നെ മറ്റൊരു തരത്തിലുള്ള ഒരു ചർച്ചയും ഇത് സഭ നിർത്തിവെച്ച് ചർച്ച നടത്തേണ്ട ഒരു ഘട്ടത്തിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല. ആയിക്കോട്ടെ. ജനങ്ങളെ സംരക്ഷിക്കുക എന്നത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. വനം വകുപ്പിന്റെ നിസ്സംഗതയാണ് ചോദ്യം ചെയ്യുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നിങ്ങൾ അവരുടെ ജീവൻ, അവരുടെ സ്വത്ത് വന്യജീവികൾക്ക് വേണ്ടി വിട്ടുകൊടുത്തിരിക്കുകയാണ്. അവരുടെ ദയാവായ്പിലാണ് വനാതിർത്തിയിൽ താമസിക്കുന്ന പാവപ്പെട്ടവന്റെ ജീവനും സ്വത്തും എന്നുള്ള തിരിച്ചറിവുകൊണ്ടാണ്. നിങ്ങൾ ഒന്നും ചെയ്യുന്നില്ല, നിഷ്ക്രിയമായിരിക്കുന്നു. സാർ, നിങ്ങളുടെ ഈ നിഷ്ക്രിയത്വത്തിൽ പ്രതിഷേധിച്ച് മനുഷ്യന്റെ ജീവനും സ്വത്തും സംരക്ഷിക്കാനുള്ള ബാധ്യത നിങ്ങൾ നിറവേറ്റുന്നില്ല. അതിൽ നിങ്ങൾ പരാജയപ്പെട്ടതിൽ പ്രതിഷേധിച്ച് ഞാനും എന്റെ പാർട്ടിയും വോക്കൗട്ട് ചെയ്തു. അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭ വിട്ടിറങ്ങി. അമൃത ന്യൂസ്, തിരുവനന്തപുരം.